അത്യന്തം ദൈന്യതയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് ഗാസ മുനമ്പ്. വെടിനിർത്തൽ ഉടൻ വേണമെന്ന് മാർപ്പാപ്പയടക്കം ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും അമേരിക്കയുടെ എതിർപ്പിൽ പലസ്തീന് രക്ഷയില്ലാതാവുകയാണ്. UN രക്ഷാസമിതിയിൽ ബാക്കി 14 രാജ്യങ്ങളും വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും അമേരിക്ക വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് 6ാം തവണയാണ് UNൽ അമേരിക്കയുടെ ഈ നടപടി. ഭയാനകമെന്ന് UN തന്നെ വിശേഷിപ്പിച്ച ഇസ്രയേൽ ആക്രമണത്തിന് അമേരിക്ക മൗനസമ്മതം നൽകുന്നതിന്റെ മറ്റൊരു മുഖം. ഗാസ സിറ്റിയിൽ ഇസ്രയേലിന്റെ കരയാക്രമണം രൂക്ഷമാണ്. ഇന്നു മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 21 പലസ്തീനികൾ. നീതീകരണത്തിന്റെ ആവശ്യം തങ്ങൾക്കില്ലെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്ന ആക്രമണത്തിൽ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. പുക വമിക്കുന്ന മനുഷ്യരാണ് ചുറ്റും. ജനവാസ മേഖലയിലേക്ക് ഇടിച്ചു കയറുന്ന ടാങ്കറുകളും സൈനിക വാഹനങ്ങളും നിസ്സഹായരായ മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. പലായനത്തിനുള്ള ശ്രമങ്ങളും പാഴാവുകയാണ്. താങ്ങാനാകാത്ത ചെലവും ഓടി രക്ഷപ്പെടുന്നതിനിടയിലും വന്നുവീഴുന്ന ബോംബുകളും മരണത്തെ പേടിച്ച് മരണത്തിലേക്ക് ഓടിയെടുക്കുന്ന കാഴ്ച. വിശപ്പ് സഹിച്ച് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളാണ് ഗാസയുടെ മറ്റൊരു ദൈന്യത. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേരടക്കം പട്ടിണിയിൽ മരണം 435ആയി. ഗാസയുടെ കൂടുതൽ ഭാഗങ്ങളും ഇസ്രയേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഗാസ സിറ്റിയിൽ ടെലിഫോൺ, ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ജീവന് വേണ്ടി വിലപിക്കുന്ന മനുഷ്യരുടെ കണ്ണീർ കാഴ്ച മാത്രം ചുറ്റും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.